ദുഃഖത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ,
പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. എനിക്കെന്റെ രക്ഷകാ മുഖമൊന്നു കാണണം,
കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. എനിക്കെൻ്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. ഈ മഹാപാപിതൻ കുറ്റങ്ങളൊക്കെയും ചുമലിൽ വഹിച്ചവനല്ലോ, കുരിശായി ചുമന്നവനല്ലോ. എനിക്കെൻ്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. പീഡനമേറ്റു നീ നൊമ്പരപ്പെട്ടപ്പോൾ വന്നില്ല നാഥ ഞാൻ നിന്റെ ചാരേ. പീഡനമേറ്റു നീ നൊമ്പരപ്പെട്ടപ്പോൾ വന്നില്ല നാഥ ഞാൻ നിന്റെ ചാരേ. കുരിശും ചുമന്നു തളർന്നു നടന്നപ്പോൾ ഓടിയകന്നു ഞാനേറെ ദൂരെ. കുരിശും ചുമന്നു തളർന്നു നടന്നപ്പോൾ ഓടിയകന്നു ഞാനേറെ ദൂരെ. ഓടിയകന്നു ഞാനേറെ ദൂരെ. എനിക്കെൻ്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. ഞാൻ തീർത്ത മൂന്നാണി നിന്നെ ബന്ധിച്ചപ്പോൾ നിണം വാർന്നു ദാഹിച്ചു കേണ നേരം. ഞാൻ തീർത്ത മൂന്നാണി നിന്നെ ബന്ധിച്ചപ്പോൾ നിണം വാർന്നു ദാഹിച്ചു കേണ നേരം. എല്ലാം മറന്നെൻ്റെ നന്ദി മറന്നു ഞാൻ ഏകനായാനന്ദം തേടി ദൂരെ. എല്ലാം മറന്നെൻ്റെ നന്ദി മറന്നു ഞാൻ ഏകനായാനന്ദം തേടി ദൂരെ. ഏകനായാനന്ദം തേടി ദൂരെ. എനിക്കെൻ്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. ഈ മഹാപാപിതൻ കുറ്റങ്ങളൊക്കെയും ചുമലിൽ വഹിച്ചവനല്ലോ,
കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾ ഉദ്ധാരം രക്ഷയുമുയരും നൽകുന്നു. കീർത്തനങ്ങൾ പാടും മൃഗങ്ങളുടെ പാദങ്ങൾ ഐക്യമേ ഹൃദയാമേ മാമോദീസാമണിയങ്ങേ സുതരാണവർ നോക്കണമേ. കർത്താവേ നിൻ ചോണിലോ ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ജീവൻ നൽകി മകോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. എല്ലാം കാണുന്നു. നിരവധിയായ പാപങ്ങൾ നിരയായെന്ന് വിധിക്കല്ലേ. കർത്താവിന്റെ കഥയാടിയാദിത്യങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ തൃത്വത്തിലേക്ക് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിനിയാകിയൊരെന്റെ വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്ന് മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. ഏറ്റുനടങ്ങി മനമിളകി തേടി വളർന്നെൻ സ്വരമിടറി വിഴനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്ന് മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. സർവശക്തനാദൈവമേ വിധാനത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞും അറിയാതെ എന്റെ പ്രിയപ്പെട്ട ദാസരെല്ലാ പാവങ്ങളും ഭൗതികമായ കാര്യത്തിൽ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ?
സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ?
സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. ധന്യമായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ. ദൈവം ദാനമായി നൽകിയ 76 വർഷക്കാലം ഇതും ജീവിച്ച് നമ്മളിൽ നിന്ന് സഭ്യപിതാവിന്റെ സൗകര്യത്തിലേക്ക് യാത്രയായിരിക്കുന്ന മധുസേട്ടനെ നമുക്ക് സ്നേഹത്തോടെ ആദരവോടെ പ്രാർത്ഥനയോടെ യാത്രയാക്കാം. ഒന്നുചേർന്ന് മധുസേട്ടൻ്റെ ജീവിതകാലത്ത് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുഗ്രഹിക്കുന്ന പാപികളുടെ സംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപവരത്തായി ഈ പരിചയനെ ആശ്രയിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സമാധാനം പ്രത്യാശിപ്പോഴും സുരക്ഷമായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ
സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. നരസുരയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം ഉൾപ്പെടുത്തി തുല്യമാകുന്നു. വൈദ്യുതി പുഷ്പപോലെ കഴിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ നാട് പോവുകയും ചെയ്യുന്നു. അതിന്റെ ദുർവസ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. നരസുരയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാലും ആകാശത്തിലെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. പരിശുദ്ധീകരിപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതങ്ങൾ പോലെ കടന്നു പോകുന്നു. മനുഷ്യർ ക്ഷേമം കൂട്ടുന്നു. അത് ആർക്കു വേണ്ടിയാണെന്ന് അവരറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആർക്കും ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്നതാവേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തൊഴുവാണിടുവാൻ ദാസനു വരവിൻ അരുളേണം. കർത്താവ് സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമധികമണയ്ക്കുന്നു. ഭക്തിയുടെ ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുണ നവജീവൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തുവരം ആകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ
ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് വാഗ്ദത്തനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർ മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാളികളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ നേർന്നുള്ളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ എഴുതിയ കർത്താവിന്റെ എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. അതുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. അതുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും ഭക്തിയോടുകൂടുന്ന കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്റെമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്താനും വഴിയെ മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചെന്തിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായേ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക
കല്ലുകമത്യാദി എന്തിനു കേഴുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ നീങ്ങി മറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സദനമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാ
വാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നു. കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പുണ്യപൂർണമായ 86 വർഷത്തെ ജീവിതത്തിന് ശേഷം
മുഖാഭിമുഖം ദർശിക്കുവാനായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മത്തായി ചേർന്ന് ഇന്ന് നമ്മളിൽ യാത്രയായിരിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പുണ്യപൂർണ്ണമായ 86 വർഷത്തെ ജീവിതമായിരുന്നു മത്തായി ചേട്ടൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. താൻ സമീപിച്ചവരെയും തന്നെ സമീപിച്ചവരെയെല്ലാം സ്നേഹത്തോടും പുഞ്ചിരിയോടും കൂടി എന്ന് വീക്ഷിക്കുകയും അവരോടെല്ലാം സ്നേഹം പകർന്നു കൊടുക്കുകയും ചെയ്ത ഒരു ജീവിതമായിരുന്നു. ദൈവം തനിക്ക് കനിഞ്ഞു നൽകിയ 7 മക്കളെയും ഏറ്റവും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി വളർത്തുകയും അവരെ ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ സ്നേഹവും ക്രൈസ്തവ മൂല്യങ്ങളും ക്രിസ്തീയ വിശ്വാസവും പകർന്നു നൽകുന്നത് എന്നും മത്തായി ചേട്ടൻ ഉത്സാഹിയായി. ഈ അപ്പച്ചന്റെ വിശ്വാസ ജീവിതവും ജീവിത മാതൃകയും തന്നെയാണ്. സമൂഹത്തിലും സമുദായത്തിലും പള്ളിയിലുമെല്ലാം തൻ്റെതായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ മത്തായി ചേട്ടൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. പള്ളിയിലെ കൈകാരനായി മറ്റ് സമൂഹത്തിലെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഈ ആത്മാവിൻ്റെ ആത്മസന്ധിക്കായി നമുക്കും ആത്മാക്കളോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മത്തായി ചേട്ടൻ ഇന്ന് സ്വർഗത്തിലിരുന്ന് ഈശോയോട് മാധ്യസ്ഥം പ്രവേശിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ മരണവും നമുക്കൊരു മുന്നറിയിപ്പാണ്. ഒരിക്കൽ ഇതുപോലെ നമ്മളെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. പ്രബോധന കാലത്തിൽ നാം പ്രകാരം വായിക്കുന്നു, മരണം വരുവരും നാം ഓർക്കുക മധ്യാണ് കൂടെ പോരുന്നതിന് ജീവിതം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ വിധിക്കായി നാം അണയുമ്പോൾ കർത്താവ് അന്വേഷിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിത രീതികൾ മാത്രമാണ്. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ഈ ചെറിയവൻ ഒരുവന് നീ നന്മ ചെയ്തപ്പോഴല്ല അതെനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിലെല്ലാം തമ്പുരാന് വേണ്ടി മറ്റുള്ളവരോട് കൂടി എന്നും ജീവിക്കുവാനും തമ്പുരാനിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും ദാനങ്ങളുമെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പലരും മരണത്തെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികളായ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം പാപം മൂലം ഭൂമിയിലേക്ക് വന്ന മരണത്തെയും സ്നേഹപിതാവായി ദൈവം തന്റെ പുത്രനെ അയച്ചുകൊണ്ട് പാപം മൂലം വന്ന മരണത്തെയും കീഴടക്കിക്കൊണ്ട് മനുഷ്യന് രക്ഷ കൈവരിച്ചു വന്നിരിക്കുകയാണ്. പരിശുദ്ധമായ മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുന്ന നാം അവന്റെ കൂടെ നിത്യജീവിതത്തിനും അവകാശങ്ങളായി തീരുകയാണ്. ക്രിസ്തുവിന്റെ കൂടെ പുതിയൊരു ജീവിതം നയിക്കുവാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. തീർത്ഥാടകരായി നാം ഈ ഭൂമിയിലുള്ള കാലങ്ങളിലെല്ലാം നന്മകൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തോടു കൂടി സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. മരണശേഷം നമ്മെ കാത്തിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല ക്രിസ്തു, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ക്രിസ്തു നമ്മോട് കൂടിയുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ സൽകൃത്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തമ്പുരാന് ഏറ്റവും നല്ല മകനായി ഏറ്റവും നല്ല മകളായി ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. മത്തായി ചേട്ടനെ പോലെ നല്ല ജീവിതം നയിക്കുന്ന നല്ല വ്യക്തികൾക്കുടമയെ തീരുവാനായിട്ട്, മറ്റുള്ളവരെ എന്നും നന്മ പറയുന്ന വ്യക്തികളുടമയെ തീരുവാനായിട്ട് നമുക്കും നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ ചിന്തകളെ എല്ലാം വിശദീകരിക്കാം. അതോടൊപ്പം തന്നെ ഈ വേളയിൽ മത്തായി ചേട്ടന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞുകൊണ്ട് മത്തായി ചേട്ടന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ കൂദാശകളെല്ലാം സ്വീകരിച്ച് ഏറ്റവും വിശുദ്ധിയോടുകൂടിയാണ് മത്തായി മരണത്തെ സ്വീകരിച്ചത്. ഈ കൂദാശകളുടെ എല്ലാം ഫലം തീർച്ചയായിട്ടും മത്തായി ചേട്ടൻ ലഭിക്കും. നമുക്കും ഇദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമഖിലർക്കും ജീവനും അതുപോൽ
മൃതിയുടെ കൈകളെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമെന്നും ധന്യമാകുന്നു. മൃതിയെ നാഥനയക്കുന്നു. ദുഷ്ടനുമിടയിൽ ശിഷ്ടനുമൊരുപോലെ. ഞാൻ ദൈവത്തിൽ അഭയം തേടും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ഭൂമിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാം നരകോത്ഥാനം. വിശുദ്ധർക്ക് പ്രകാശമതിച്ചു കനകപ്രഭയിൽ കബറിടമൊളി ചിഹ്നം. അതിലുള്ളവരോ നാഥന് പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയേറും പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും ഭാഗ്യം കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിവരനിരിക്കും ഈശോനാഥ മരണവും നീരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സംഘടനകളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളുടെ ദൈവം നീതിയാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഒരുമിക്കുകയും നല്ലവർക്ക് സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അടിയിൽ താനും തന്നെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവിലൂടെ ഇയാളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി നിന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസുകളാൽ എന്റെ ആത്മാവിൽ പോഷണം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിത നിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമടെ വിലപിക്കരുതേ.
ശ്വാസപ്പെടുകയും ചെയ്യണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മരണവിധേയനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമങ്ങളുടെ കബറിടം മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായിൽ മുതലും ക്രിസ്തു കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആകുവാൻ വരെ വിശ്രമങ്ങളുടെ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവിതത്തെ പണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, സ്വഭാവം നീ മേൽത്തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൽ ജീവിച്ചിരുത്താൻ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ജന്മത്തിനേക്കാൾ വെള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൽ ജീവിച്ചിരുത്താൻ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യപര്യായമായി രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ബലിപീഠത്തിന്മേൽ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് വിളിച്ച സകലത്തിന്റെ നാഥായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന പുഷ്പം തന്റെ വലതുഭാഗത്തെ നീ സ്വീകരിച്ച വിശുദ്ധകുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ തന്നെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിന്റെയും നാശം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, ഇതിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ നിമവിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരുത്തുമലം ആകേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അകതാൻ ഞങ്ങൾ ഉദ്ധാരം രക്ഷയുമയിൽ നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. അപരാധ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിത്യതയാലേ. മാമോദീസാവഴിയങ്ങേ സുതരാനവരൻ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരുകാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ ജീവനുദിക്കുന്നു. ആദ്യമുതലുള്ളവയെല്ലാം ദയവായി എന്നുടെ നാഥാ, നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ രൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യമുതൽ നീക്കുവാമേ, സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ വിശിഹാനങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
പരിശുദ്ധൻ നിത്യമർത്തിൻ പരിശുദ്ധൻ നിത്യബലങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പറഞ്ഞു കൊടുത്തവനെ ആശ്വസിപ്പിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മനസ്സുവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവനെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ആശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. കരയറ്റവരായി ശിരമഹിമാവിൽ പിന്നിവിളങ്ങും മുഖമടു കല്ലറമിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ ഇന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ ഇന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. പരിശുദ്ധനെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അതിലെല്ലാം കടികൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ ശ്രദ്ധയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവനായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ പ്രിയദാസനെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവനെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ എന്നേക്കും. കർത്താവേ, മനുഷ്യരെ കാരുണ്യം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവനെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ എന്നേക്കും. നാഥനായ ദൈവം നിന്റെ ബുദ്ധിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വരാജ്യമാകുന്ന ഓസ്ട്രേലിയയിലേക്ക് ഈ സഹോദരനെ പ്രവേശിക്കുമാറാകട്ടെ.
മിശിഹായുടെ മോചനത്തിൽ അംഗത്തെ അനുഗ്രഹിക്കുകയും സംഘകാര്യത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത എല്ലാവരെയും സമർപ്പണമായിരിക്കട്ടെ. അവിടുത്തെ പ്രഭാതങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം